ഇത് താണ്ട പോലീസ് എന്ന് തിരുവനന്തപുരം കരമന പോലീസിനെ കുറിച്ച് പറഞ്ഞാൽ ഒട്ടും അതിശയമില്ല. കാരണം കള്ളന്മാരെ പറന്നു പിടിക്കുന്ന പോലീസുകാരുണ്ട് കരമന സ്റ്റേഷനിൽ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നിറമൺകരയിൽ നടന്ന ഹൈവേ കൊള്ളക്കാരെ മിന്നൽ വേഗത്തിൽ കീഴടക്കിയത്. തിരുവനന്തപുരം നിറമൺകരയിലെ ഈ ട്രാഫിക് സിഗ്നലിൽ വെച്ചാണ് 2 ആഴ്ച മുമ്പ് ഒരു ഹൈവേ റോബറി നടന്നത്. ബൈക്കിലെത്തിയ ധനകാര്യ സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർച്ച നടത്തി. ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് സ്വർണ്ണാഭരണങ്ങളും കൊള്ളയടിച്ച് രക്ഷപ്പെട്ടത്. പ്രാവച്ചമ്പലത്ത് നിന്ന് നഗരത്തിലേക്കാണ് 40 പവൻ സ്വർണ്ണമടങ്ങുന്ന ബാഗുമായി സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരൻ എത്തിയത്. നിറമൺകരയിലെ ട്രാഫിക് സിഗ്നലിൽ വെച്ചാണ് അയാൾ കൊള്ളയടിക്കപ്പെട്ടത്. അയാളെ ബൈക്കിൽ പിന്തുടർന്നിരുന്ന 2 അംഗ സംഘമായിരുന്നു ബാഗുമായി രക്ഷപ്പെട്ടത്. ട്രാഫിക് ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് റെഡായിരുന്നു സിഗ്നൽ. നമ്മുടെ പരാതിക്കാരൻ്റെ വണ്ടി സ്റ്റോപ്പായിരുന്നു. ബാഗ് കവർന്നു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഒരു മെസ്സേജ് നമ്മുടെ അവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ, നിറമൺകരയുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നെ ഫോണിൽ വിളിച്ച് പറയുന്നത്. വിവരം അറിഞ്ഞപ്പോൾ തന്നെ കരമന സ്റ്റേഷനിലെ CI S അനൂപിന്റെ നേതൃത്വത്തിലുള്ള പരുന്ത് സ്ക്വാഡ് പറന്നെത്തി. അപ്പോഴേക്കും നാട്ടുകാർ കൊള്ളക്കാരെ പിന്തുടരുന്നുണ്ടായിരുന്നു. പിടിക്കപ്പെടുമെന്നായപ്പോൾ സംഘം ബൈക്ക് ഉപേക്ഷിച്ച് കാട് പിടിച്ച ചതുപ്പിലേക്ക് ഒളിച്ചു. അപ്പോഴത്തേന് 2:30 കഴിഞ്ഞു. നല്ല ഇരുട്ടാണ്, വേറെ ലൈറ്റോ ബാക്കിയുള്ള സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ചതുപ്പ് പ്രദേശമാണ്. ആ ട്രാഫിക് സിഗ്നൽ ഭാഗത്ത് നിന്ന് രക്ഷപ്പെട്ട 2 അംഗ കൊള്ളസംഘം നേരെ എത്തിയത് നിറമംഗല NSS കോളേജിന് സമീപത്തെ ഈ ചതുപ്പ് ഭാഗത്തേക്കാണ്. പിന്നാലെ ആളുണ്ടെന്ന് മനസ്സിലാക്കിയ 2 പേരും നേരെ ഈ ചതുപ്പിലേക്ക് ചാടി ഒളിച്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ മണിക്കൂറുകൾക്കകം അവരെ പരുന്ത് റാഞ്ചി. മറ്റാരുമല്ല, കരമന SHO അനൂപിന്റെ നേതൃത്വത്തിലുള്ള പരുന്ത് സ്ക്വാഡ്. സംഘത്തിലെ ഒരാളെ ആ ചതുപ്പിൽ നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തി. മറ്റൊരാൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് അവിടെ നിന്നും കടന്നു. ഗ്രാമപ്രദേശത്തെ പാറക്കോറിൽ നിന്നാണ് ഇയാളെ പിന്നീട് പിടികൂടിയത്. നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയാൽ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും SI ടീമും എല്ലാം കൂടെ പോയി ആ പാറക്കോറിൽ നമ്മൾ ഓടിച്ച് ഇട്ട് അയാളെ പിടിച്ചു. പിടിയിലായത് ഷാനവാസ് കൃഷ്ണൻ. 2 പേരെയും വിശദമായി ചോദ്യം ചെയ്തതോടെ മറ്റൊരു വിവരം കൂടി ലഭിച്ചു. മണി ഹേസ്റ്റ് വെബ് സീരീസിലെ പ്രൊഫസറെ പോലെ ഇവരെ ഈ മോഷണം ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റൊരാളാണ്, ശ്രീജിത്ത്. അയാളുടെ സാമ്പത്തിക ബാധ്യത തീർക്കാനായിരുന്നു കൊള്ളയടി കൊട്ടേഷൻ. അതുകൊണ്ട് 1 മാസക്കാലത്തോളം ഗൂഢാലോചന നടത്തി പ്ലാൻ ചെയ്ത് ഇയാളെ ഫോളോ ചെയ്ത് ഒക്കെ ഒരു കൃത്യമായിട്ട് പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഷാനവാസിൻ്റെ ബൈക്കാണ് ഉപയോഗിച്ചത്. ഫോളോ ചെയ്ത് വന്നിട്ട് നിയമത്തിൽ വെച്ച് നടത്താൻ ശേഷം ബൈപ്പാസ് വഴി രക്ഷപ്പെട്ടു പോവുക. 3 സ്ഥലങ്ങൾ ഒരു ഓപ്പറേഷൻ വേണ്ടി ഫിക്സ് ചെയ്തിരുന്നു. ഈ 3-ാം പ്രതി ശ്രീജിത്ത് ഈ ബൈക്കിൽ ഇവരെ ഒരു 100 മീറ്റർ വ്യത്യാസത്തിലെ അവർ ഫോളോ ചെയ്തു. നമ്മുടെ പോലീസുകാരൊക്കെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തതാണ്. കാരണം അതൊരു ഹൈവേ റോബറിയാണ്. ഒത്തിരി നാളായി സിറ്റിയിൽ അങ്ങനെ ഒരു ഹൈവേ റോബറി ഒന്നും വന്നിട്ടില്ല. എപ്പോഴും ആക്ഷന് റെഡിയായിരിക്കുന്ന പരുന്ത് സ്ക്വാഡ് ഉള്ളത് കൊണ്ടാണ് രാജ്യം തന്നെ വിട്ടുപോകാമായിരുന്ന കൊള്ളസംഘത്തെ കരമന പോലീസിന് കൊടുക്കാൻ കഴിഞ്ഞത്. കുറച്ച് പോലീസുകാർ നമ്മുടെ സ്റ്റേഷനിൽ ആത്മാർത്ഥമുള്ള കുറച്ച് പോലീസുകാരുണ്ട്. അവർ അങ്ങനെ സമയം നോക്കിയൊന്നും ജോലി ചെയ്യുന്നവരല്ല. പോലീസുകാരുടെ ടീം, പരുന്ത് ടീം. കരമനയിലെ സ്ക്വാഡിന് പരുന്ത് ടീം എന്നാണ് പറയുന്നത്. തീർച്ചയായും ഞങ്ങളിപ്പം സിറ്റി പോലീസിൻ്റെ ഒക്കെ സ്ക്വാഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ അവരെ കുറച്ച് മാത്രമാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രതികളെ പിടിക്കുന്നത്. തിരുവനന്തപുരത്ത് ദേശീയപാതയിൽ, അതും കരമന ഭാഗത്ത് ആരെങ്കിലും ഹൈവേ റോബറി ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ഇവിടെ റാഗി പറക്കുന്ന പരുന്തുണ്ട്. സജികുമാറിനൊപ്പം R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.